ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 16 ആയി. സോ നിങ്ങൾ ഇതിനു മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഡേ 16ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ മാജിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ദിവസം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഡേ 2 3 എന്തായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ അന്ന് നമ്മുടെ ലൈക്ക് ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്ന ഓരോ സാധനത്തിനെയും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അവർ കുറേ കാര്യങ്ങൾ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സെൻസ് ഓഫ് ടച്ച്, സെൻസ് ഓഫ് ഹിയറിങ്, നമ്മളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു. എന്നിട്ട് നമ്മളന്ന് ഒരു പേപ്പറിൽ ദി ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഇസ് കീപ്പിംഗ് മീ അലൈവ് നമ്മൾ ഫുൾ ഡേ മനസ്സ് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ താങ്ക് യു പറഞ്ഞില്ല. ഇതിൻ്റെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ആദ്യം നമുക്ക് ഇത്രയും കാലം നമുക്ക് കിട്ടിയിട്ടുള്ള ഹെൽത്തിനെ നമ്മൾ അന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരുന്നു, അഡൽട്ട്ഹുഡിൽ നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരുന്നു, അഡോളസെൻസിൽ എങ്ങനെയായിരുന്നു, നമ്മൾ എല്ലാ സ്ഥലത്തെയും നമ്മൾ ആലോചിച്ച് നമ്മൾ ഓരോ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് 3 ഇൻസ്റ്റൻസസ് എടുത്ത് ആലോചിക്കണം. വി വർ ഇൻ ദി ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന് പറയാൻ പറ്റും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളും ഏറ്റവും അടിപൊളിയായിട്ടുന്ന 3 സമയം, 3 കാലഘട്ടം അല്ലെങ്കിൽ 3 ദിവസം, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് 3 സന്ദർഭം നമ്മൾ ആലോചിച്ച് നമ്മൾ ഉള്ളിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഇതാണ് പാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇനി പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ആസ് അന്നത്തെ പോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ കണ്ണുകൊണ്ടാണല്ലോ കാണാൻ പറ്റുന്നത്, കേൾവി ശക്തി, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ താങ്ക് യു പറയണം. എന്നിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലൈക്ക് ബോഡിയിൽ ഇങ്ങനെ എല്ലാം നമ്മൾ ആലോചിച്ച് നമ്മൾ താങ്ക് യു പറഞ്ഞ ശേഷം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും 5 ഫംഗ്ഷന് നമ്മൾ താങ്ക് യു പറയണം. അതിപ്പോൾ നടക്കാനുള്ള കഴിവാവട്ടെ, ലൈക്ക് കൈ അനക്കാനുള്ള കഴിവാവട്ടെ, ലൈക്ക് ഇൻറ്റേർണൽ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നതാവട്ടെ, ലൈക്ക് അങ്ങനെ ഏതെങ്കിലും 5 എണ്ണത്തിന് സ്പെസിഫൈ ചെയ്ത് അതിനും നമ്മൾ സെപ്പറേറ്റ്ലി നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. എയ്റോപ്ലെയിൻ തുറന്നു വെച്ച് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആക്കണം നമുക്ക് മെൻ്റലി ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട് ഇൻറ്റേർണലി, എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, കൈക്ക് എന്തെങ്കിലും പ്രശ്നം, കാലിന് പ്രശ്നമെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയൽ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാറി നമ്മളെ നല്ല നടക്കാനുള്ള കഴിവുള്ള ഒരാളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് കാണാം. കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഐസൈറ്റുള്ളത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഐഡിയൽ ഹെൽത്ത് ആൻഡ് ബോഡി എങ്ങനെയാണോ അത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അത് വേണം എന്നല്ല പറയേണ്ടത്, എനിക്ക് ഇത്ര നല്ല കാഴ്ചശക്തി ഉള്ളതിൽ എനിക്ക് നന്ദിയുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ ഉള്ളതായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളതിന് താങ്ക്സ് പറയണം. സോ ഈ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറിനും ഒക്കെയുള്ള ഈ 3 കാര്യങ്ങൾ നമ്മൾ താങ്ക് യു പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി. സോ എല്ലാ ദിവസത്തെയും പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഇത് വിഷ്വലൈസ് ചെയ്ത് മാജിക് റോക്ക് ഉപയോഗിച്ച് നമ്മൾ താങ്ക് യുവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മാജിക്കിൻ്റെ ആക്ടിവിറ്റീസ് കഴിയും. ബൈ.